അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെറിയൊരു ഉപദേശമാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, മാ കാനത്തു ദുനിയ ഹമ്മ അഹദിൻ ഖത്തു ഇല്ലാ ലസിമ ഖൽബഹു അർബഉ ഖിസാലി. ഒരാൾക്ക് ദുനിയാവാണ് ഏറ്റവും താല്പര്യം, ദുനിയാവാണ് അവൻ്റെ മുഖ്യ വിഷയം. അവൻ്റെ ജീവിതം മൊത്തം, അവൻ്റെ സമയങ്ങളെല്ലാം അവൻ ചെലവഴിക്കുന്നത് ദിനിയാവ്. അത് ദിന്യവിയായ ജീവിതമൊന്ന് റാഹത്തായിട്ട് കിട്ടണം. അതാണ് അവൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മറ്റുള്ള വിഷയങ്ങളെല്ലാം രണ്ടാമതായി. ഒന്നാമതായി കാണുന്നത് ഒരാൾ ദിനിയാവാണെങ്കിൽ അള്ളാഹു അവനെ 4 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും, 4 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കും എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഒന്നാമത്തത്? ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഖ്റുൻ, ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്നവൻ അവനിക്കുണ്ടാകുന്നത് ഏറ്റവും വലിയൊരു നാശമാണ് ഫഖ്ർ. അവൻ ഫക്കീർ തരമായിരിക്കും. ഇത് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരാൾ ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്നത് എന്തിനാണ്? ഞാൻ ഫക്കീറായി പോകാൻ പാടില്ല എന്ന്. പക്ഷേ ഒരിക്കലും പോലും അവന് സമാധാനം കിട്ടുന്ന, റാഹത്ത് കിട്ടുന്ന ഒരു സന്തോഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവനൊരു ഫക്കീറായിരിക്കും, വലിയ പണക്കാരനായിരിക്കും, പക്ഷേ അവൻ്റെ ആവശ്യങ്ങളൊന്നും തീർന്നില്ല. അവൻ്റെ പണങ്ങളെ കൊണ്ടൊന്നും ആവശ്യങ്ങൾ തീർക്കാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ അവനൊരു ബർക്കത്തില്ലാത്ത ജീവിതമായിരിക്കും എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. അതായത് ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്നവന് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയാണ്. അതെ, അവനൊന്നും ഫക്കീറായിരിക്കും. രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഹമ്മുൻ, അവനെന്നും വിഷമത്തിലായിരിക്കും, എന്നും വേജാരിലായിരിക്കും, എന്നും ടെൻഷനിലായിരിക്കും. എന്തെങ്കിലും ഒരു വിഷയം ഇങ്ങനെ അവൻ്റെ മനസ്സ് എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരിക്കും. ഒരിക്കലും പോലും അവൻ്റെ കൽബിൽ സമാധാനമുണ്ടാവില്ല. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? മനസ്സിനൊരു റാഹത്ത്, ഒരു സമാധാനം. അതല്ലേ എല്ലാവരും ഈ ദുനിയാവിൽ ആഗ്രഹിക്കുന്നത്, അതാണല്ലോ. പക്ഷേ ദുനിയാവിന് പിന്നാലെ ഓടുന്നവന് ഒരിക്കലും പോലും സമാധാനം ഉണ്ടാവില്ല. അവനെന്നും വിഷമത്തിലായിരിക്കും, എന്നും വേജാരിലായിരിക്കും. മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഓ ശുഗുലുൻ, വല്ലാത്തൊരു വിഷയമാണ്. ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്നവൻ അവനെന്നും ബിസി ആയിരിക്കും, അവനെന്നും തിരക്കിലായി. അവന് വൈവ് സമയം എന്നത് ഒരിക്കലും ഉണ്ടാവില്ല. എന്നിട്ടോ അവനൊരു കാര്യം നടന്നു, ഒരു കാര്യം സാധിച്ചിട്ടും ഉണ്ടാവില്ല. അവനെ നോക്കുമ്പോൾ വല്ലാത്ത ബിസിയാണ്, വല്ലാത്ത തിരക്കാണ്. പക്ഷെയോ അവൻ്റെ ഒരു കാര്യം ദുനിയാവിൽ നടന്നിട്ടുണ്ടാവില്ല. കുറേ അധ്വാനിക്കും, കുറേ പണമുണ്ടാക്കും, പക്ഷേ ദുനിയാവിൽ അവനെക്കാളും ചെറിയ പണം സമ്പാദിക്കുന്ന എത്രയോ ആൾക്കാർ നേടിയെടുത്ത പലതും അവൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അവനാണെങ്കിലോ എന്നും തിരക്കാണ്, എന്നും ബിസിയാണ്. പക്ഷേ അവൻ്റെ ബിസി മാത്രമേ ഉണ്ടാവുള്ളൂ, അതിലൊരു ബറക്കത്തുണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാലാമതായ ഒരു കാര്യം ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുന്നു, വഅമലുൻ, അതെ, വല്ലാത്ത കൊതിയനായിരിക്കും. അത് വേണം, ഇത് വേണം, എല്ലാം വേണം, അവനെ പോലെ ജീവിക്കണം, ഇവനെ പോലെ ജീവിക്കണം എന്ന് എന്നും അവൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊതികൾ കൂടുതലായിരിക്കും. പക്ഷേ ഒരു കൊതിയും അവനിക്ക് എത്തുകയില്ല. അപ്പം മൊത്തത്തിൽ പറഞ്ഞ് ദുനിയാവിന് പിന്നാലെ ഓടുന്നവന് ചിലപ്പോൾ നാം കാണുമ്പോൾ വലിയ പണക്കാരനായിരിക്കാം, വലിയ ആഡംബര ഉള്ളവനായിരിക്കാം, ധാരാളം സുഖങ്ങൾ ഉണ്ട് എന്ന് നാം തോന്നിപ്പോകും. പക്ഷേ അവനൊരു സമാധാനമുണ്ടാവില്ല. അവനൊന്നും വേജാരിലാണ്, അവനൊന്നും വിഷമത്തിലാണ്, അവനൊന്നും തിരക്കിലാണ്, അവനൊന്നും മറ്റുള്ളവർ ഒരു സാധാരണക്കാർ സന്തോഷിക്കുന്നത്ര പോലും അവൻ്റെ കൽബ് കൊണ്ടവൻ സന്തോഷിക്കുന്നില്ല, അവൻ്റെ കുടുംബം കൊണ്ടവൻ സന്തോഷിക്കുന്നില്ല. അവന് വലിയ വീടുണ്ടായിരിക്കാം, പക്ഷേ ആ വീട് കൊണ്ടൊന്നും അവന് സമാധാനം കിട്ടുന്നില്ല. അത് വലിയൊരു രീതിയിലൊന്നും അവൻ അനുഭവിക്കുന്നില്ല. ഇതാണ് ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവന് അള്ളാഹു നൽകുന്ന ശിക്ഷയെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് ശരിക്കും നാം ചിന്തിച്ചാൽ
പലപ്പോഴും ഇത് നമുക്ക് ശരിയെന്ന് തോന്നിപ്പോകും. കാരണം അതേ ദുനിയാവിലെ പിന്നാലെ ഓടുന്നവരൊക്കെയും ഈ രീതിയിൽ പല ബുദ്ധിമുട്ടുകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്ന് നാം ശരിവെക്കും. തീർച്ചയാണ് വല്ലാത്തൊരു ഉപദേശമാണ്. ചിന്തിക്കേണ്ടത് പലതും ഇതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.